ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യു എസിലുണ്ടായിരുന്നപ്പോൾ ഉള്ള വീഡിയോ ആണ്. നമ്മൾ പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയും എല്ലാം യു എസിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ അവിടെ എല്ലാവരും കൂടിയായിട്ട് ഒരു 10 ഡേയ്സിൻ്റെ ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വാട്ടർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോസ്റ്റ് ലേക്സ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. വാട്ടറിലുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് എത്ര വന്നാലും മടുക്കൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ വെള്ളവും നമ്മൾ സ്ലൈഡും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും ചേച്ചിയും മമ്മിയും ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നല്ല വെയിലും നല്ല ചൂടും ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പപ്പ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടനും സനോയും പിന്നെ 4 പിള്ളേരും കൂടിയിട്ടായിരുന്നു ഈ ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഞാൻ സത്യം പറഞ്ഞൊരു വാട്ടർ പേഴ്സൺ അല്ലാത്തത് കൊണ്ട് എനിക്ക് കാണാനും ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ ഇരിക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ ഫുള്ള് മുങ്ങുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഞാൻ അത്ര യൂസ് ടു അല്ലാത്തതുകൊണ്ടായിരിക്കും, നമ്മളങ്ങനെ ചെയ്യാറില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല, പക്ഷെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ പിള്ളേരെ ഇങ്ങനത്തെ കളികൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കിടന്നുള്ള നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലോ. ഏതായാലും നമ്മൾ ചെയ്ത പോലെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരു സംഭവമാണ് എനിക്ക് ഈ വാട്ടർ ആക്ടിവിറ്റീസ് ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്ന് എന്താ പറയുക, അപ്പുറത്തൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അവിടെ ഷെഡ് പോലെ ഇട്ടിട്ട്. അപ്പോൾ അവിടെ പോയിരുന്നു. അത് കാരണം പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്ന വീഡിയോസ് എല്ലാം എനിക്ക് എടുത്ത് തന്നിരിക്കുന്നത് ചേട്ടനാണ് കേട്ടോ. അതുകൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് ചേട്ടനെ കാണാനില്ല. സനോയും പിള്ളേരും മാത്രമാണ് ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് കാണുന്നത്. കാരണം ഫുള്ള് ചേട്ടൻ കുറച്ച് നേരമൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് പുറത്തേക്ക് വന്ന് എൻ്റെ കയ്യിൽ ക്യാമറ വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ ഫുള്ള് എനിക്ക് വീഡിയോ എടുത്തിരിക്കുന്നതും ചേട്ടനാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് കാണാത്തത്. ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ ചാടുന്നു, മറിയുന്നു, പല പല ആക്ടിവിറ്റീസുകൾ അവർ ചെയ്തുകൊണ്ട് നോക്കുകയാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഈ ദിവസം ഉണ്ടല്ലോ, ഈ ദിവസം ഫുൾ വാട്ടർ ആക്ടിവിറ്റി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഒരു വാട്ടർ ആക്ടിവിറ്റി ആയിരുന്നു. നമ്മൾ ഒക്ലഹോമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അത് നല്ല അടിപൊളി വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കയറുകയും ചെയ്തായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എനിക്കൊരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കണ്ടോക്കണം കേട്ടോ തീർച്ചയായിട്ടും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലത്ത് നിന്ന്, അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ പിന്നെ ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിലൊക്കെ ഇതായിട്ട് നമ്മൾ ഇരിക്കുന്നു. ആ സമയത്ത് ഞാനും മമ്മിയും ചേച്ചിയും കൂടെ ആയിരുന്നു വർത്താനൊക്കെ പറഞ്ഞൊരു ഡ്രിങ്കൊക്കെ വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഇവരെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഫുള്ള് തലയും എല്ലാം തോർത്തി കൊടുക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തൊട്ടപ്പുറത്തേന് ടോയ്ലറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എല്ലാം ചേഞ്ചൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറി എല്ലാവരും ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ ടെക്സസിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ഒക്ലഹോമയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒക്ലഹോമയിലെ ഒരു 2 ദിവസം ഒരു ദിവസം ഫുള്ളായിട്ടാണ് നമ്മളുണ്ടായിരുന്നത്. തലേന്ന് രാത്രി വന്നു, ഇന്നത്തെ ഫുൾ ദിവസം, അടുത്ത ദിവസം നമ്മൾ പോകും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ച് ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. നമ്മൾ 2 ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഇരുട്ടാവുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ വെളിച്ചം കാണുമ്പോൾ നമ്മൾ നേരത്തെയാണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നരുത്. ഏകദേശം എനിക്ക് 7 മണി 7:30 ആയതിനു ശേഷമാണ് എനിക്ക് ഡിന്നർ നമ്മൾ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മക്ഡൊണാൾഡ്സ് നമ്മൾ വാങ്ങിയത് ഫുഡ് കഴിച്ച്. എനിക്ക് തോന്നുന്നു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോസ് എടുത്തിട്ട് കുറച്ച് നാളായി. വീഡിയോ വരുന്നത് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എല്ലാം കൂടി വീട്ടിലെ കാര്യങ്ങളും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം കൂടി നമ്മുടെ കയ്യിൽ നമ്മൾ വിചാരിച്ച പോലെ ഒതുങ്ങാത്തതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അങ്ങനെ നമ്മളിതാ തിരിച്ച് റൂമിലോട്ട് വന്നിട്ടുണ്ട്. റൂമിലോട്ട് വന്ന് ആക്ച്വലി നമ്മൾ അന്നാണോ റൂം എടുത്തത്? അയ്യോ, എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ആക്ച്വലി അന്നാണ് നമ്മൾ അതിന് മുന്നേ ഹൂസ്റ്റണിൽ എന്തോ ആയിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് ഒക്ലഹോമയിൽ വരുമോ അങ്ങനെ എന്തോ ആണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവരെ എല്ലാം ഒന്ന് സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചു കൊടുത്ത്, മക്ഡൊണാൾഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഫുഡൊക്കെ കഴിച്ച് അവരെ സെറ്റാക്കി. പിള്ളേരെല്ലാം ടിവിയുടെ സൈഡിൽ അതിൻ്റെ അടുത്ത് ഇപ്പുറത്തെ ലാപ്ടോപ്പിൽ സിനിമയെല്ലാം ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക്. കാരണം എന്താ വെച്ചാൽ പപ്പയും മമ്മിയും പിള്ളേരും കൂടി അവിടെ നിർത്തിയിട്ട് അതായത് ചേട്ടനും സനോയും ഞാനും ചേച്ചിയും കൂടിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. ഇത് ഏകദേശം ഒരു രാത്രി 11 മണിയൊക്കെ
മണിക്ക് ആയപ്പോഴാണ് കേട്ടോ നമ്മൾ പുറപ്പെട്ടേക്കണം. 10:30 11 മണിക്ക് ആയിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് വിൻസ്റ്റാർ വേൾഡ് കാസിനോ ആൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പേര് പോലെ തന്നെ കാസിനോ ആണ്. ഇതും എനിക്ക് മാത്രമല്ല സനുവിനും എനിക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഈ സംഭവം എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള കാസിനോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇത് അത്രമാത്രം നീണ്ടു നിവർന്ന് കിടക്കുന്ന സംഭവമാണെന്നുള്ളത്. തൊട്ടപ്പുറത്തെ റിസോർട്ട് ഉണ്ട്. അപ്പോൾ ആൾക്കാർ എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റേ ചെയ്യുന്നു. സ്റ്റേ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഗെയിം കളിക്കാൻ പറ്റുന്നു. പിന്നെ ഇതിൽ ഏജ് ഉണ്ട്, അതായത് എനിക്ക് തോന്നുന്നു 18+ ഉള്ള ആൾക്ക് മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവരെല്ലാം റിസോർട്ടിൽ അവിടെ താമസിപ്പിച്ച് ഇവിടെ വന്ന് ഗെയിം കളിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടെന്നൊക്കെ എങ്ങനെ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇത് അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. സംഭവം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗെയിമിംഗ് സെൻറ്ററാണ്. ഇവിടെ നമ്മൾ കാശ് ഇട്ടിട്ടാണ് ഗെയിം കളിക്കുന്നത്. കാശ് ഇട്ട് ഗെയിം കളിച്ച് ജയിച്ചാൽ നമുക്ക് ക്യാഷ് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം. വെറൈറ്റി ഓഫ് ഗെയിംസ് ഉണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഫുള്ളായിട്ട് കവറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അതുപോലെ അത്രയും നീണ്ടു നിവർന്നാണ് കിടക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടനും ചേച്ചി ഇതിന് മുമ്പ് ഒരു തവണയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവർക്ക് ഒരുവിധമൊക്കെ അറിയാം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നു. എന്നിട്ട് നമുക്കൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കളിച്ചൊക്കെ നോക്കുകയാണ്. ആദ്യത്തൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ നമ്മുടെ ക്യാഷ് പോകുന്ന കാണുമ്പോൾ ചെറിയൊരു സങ്കടം, അയ്യോ എങ്ങനെയാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, അതിങ്ങനെ കളിച്ച് നമുക്ക് എല്ലാം ഒന്നും കിട്ടില്ല. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കിട്ടും, ചിലത് നമുക്ക് ചില ഗെയിമിൽ കിട്ടുകയില്ല. പിന്നെ അടുത്ത ഗെയിമിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ ഇട്ടതിനൊക്കെ കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഓരോന്നോരോന്ന് ഗെയിമൊക്കെ ഇങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി. ചില ഗെയിമൊന്നും മനസ്സിലാവുന്നില്ല, എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പം നമുക്കതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ചേട്ടൻ അറിയാവുന്ന ചേട്ടനും ചേച്ചിക്ക് അറിയാവുന്ന ചേച്ചിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോന്നൊക്കെ കളിച്ച് നോക്കി. ഈ പറഞ്ഞ കാശിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു അയ്യോ പോകുന്നു എന്ന് കാണുമ്പോൾ ഒരു വിഷമം. എന്ന് വെച്ചാൽ 10 രൂപ ഇട്ടിട്ട് 10 രൂപയിൽ തുടങ്ങാം. അതായത് വലിയ കാശ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വൻ നഷ്ടമായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിലെത്തിയപ്പോൾ ചേട്ടന് നല്ലൊരു ബൾക്കായിട്ട് എന്തോ ഇങ്ങനെ അടിക്കുമെങ്ങാണ്ട് ചെയ്തായിരുന്നു. അത് കാണുമ്പോഴാണ് നമുക്ക് കൊള്ളാലോ, നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 10-ലെങ്ങാണ്ട് തുടങ്ങിയിട്ട് ചേട്ടനൊരു നല്ലൊരു എമൗണ്ട് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എനിക്കും ഏതാണ്ടൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കൊള്ളാലോ, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടില്ല. ക്യാഷ് കിട്ടുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റെസീറ്റായിട്ട് കിട്ടും. ആ ക്യാഷ് വെച്ചിട്ടാണ് നമുക്ക് കളിക്കൂ. അടുത്തതിൽ ആ റെസീറ്റ് ഉണ്ടല്ലോ, റെസീറ്റ് അതിനകത്തേക്ക് ഇടുവങ്ങാണ്ട് ചെയ്യാം. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചേട്ടന് നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പേസിലായിരിക്കണം ഏതൊരു ഗെയിം ഇങ്ങനെ കളിച്ചപ്പോഴേക്കും നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല സൂക്ഷിച്ച് കളിക്കുക. ഇവിടെയാണ് നമുക്ക് കാണുന്നത്. കണ്ടോ, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് കളിച്ച് ഒറ്റയടിക്ക് ചേട്ടൻ ഇങ്ങനെ കാശ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. സീറോയിൽ നിന്ന് ഇങ്ങനെ കയറി പോകുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് കളിക്കാനായിട്ട് തോന്നുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാർ കാശ് കിട്ടുന്ന കാണുമ്പോൾ നമ്മൾ വീണ്ടും കാശിടാനും വീണ്ടും നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കാശിടാൻ നോക്കും. പക്ഷെ കാശ് കിട്ടാതാവും. അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ചേട്ടനൊരു $10 അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ എനിക്കിപ്പുറത്തും ചെറിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കും അത് കഴിഞ്ഞ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിച്ചപ്പോൾ കൊള്ളാം, സമാധാനമായി, ഒരു സന്തോഷം. അതായത് കാശ് കളഞ്ഞില്ലല്ലോ എന്നൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ചെറിയൊരു എമൗണ്ട് ആണ് അടിക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഓക്കെ, ഞാൻ 10 ഇട്ടിട്ട് 20 കിട്ടുക എന്ന് പറയുമ്പോൾ കാശ് പോയില്ലല്ലോ, കിട്ടുകയാണല്ലോ ചെയ്തേ, അങ്ങനെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ഇപ്പം തന്നെ കാണാൻ പറ്റും. നേരത്തെ കണ്ടില്ലേ, നേരത്തെ 6 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ ഒറ്റയടിക്ക് ഇങ്ങനെ കയറി 20-21 ഇങ്ങനെ കയറുന്നത് നമുക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞാൽ, ഇങ്ങനെയാണ് ചില സമയത്ത് നമുക്ക് നന്നായിട്ട് കിട്ടും. കണ്ടോ, ലാസ്റ്റ് എനിക്ക് $31 10 ഇട്ട് തുടങ്ങിയത് $31 കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനി ഈ ഭാഗത്ത് വേണ്ട, ഇനി ആ ഗെയിമേ കളിക്കേണ്ട, അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കിട്ടിയ കാശും കൊണ്ട് പോകാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചേരം നമ്മൾ അവിടെ ഇവിടെയും ഓരോ ഗെയിമൊക്കെ കണ്ടിങ്ങനെ കളിച്ചതിന് ശേഷം ഒരു എമൗണ്ട് ചേട്ടൻ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എന്നിട്ട് ചേട്ടനും ചേച്ചിയും കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിക്കാൻ പോയി. ഞാനും സനയും കൂടി അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ കളിക്കാൻ പോയി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് റോലറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ ഒരു സ്ഥലത്താണ് കേട്ടോ വന്നുപെട്ടെ. ഇതെനിക്ക് തോന്നുന്നു പണ്ടെങ്ങാണ്ട് ഈ മൊബൈലിലൊക്കെ ഇങ്ങനെ കാശ് കൊടുത്തിട്ടുള്ള ഗെയിമല്ല ഉദ്ദേശം. മൊബൈലിൽ നമ്മളിങ്ങനെ കോയിൻസ് ഒക്കെ വെച്ചിട്ട് കളിക്കുമല്ലോ, അതായത് മൊബൈൽ കോയിൻ. അങ്ങനെ വെച്ച് എന്തോ ഈ ഗെയിം ഇതിന് മുമ്പ് ഞാൻ കളിച്ചൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ കളിക്കാൻ തന്നെ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ലക്കിൻ്റെ ഗെയിമാണ്. തൊട്ടപ്പുറത്ത് അവിടെ ഇരിക്കുന്ന ആ റൗണ്ടിലിരിക്കുന്ന എല്ലാവരും ഒരേ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അവർ പറയും, അതായത് നമുക്ക് ഒരു
ഇങ്ങനെ റെഡിലിടാം, റെഡ് വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അപ്പോൾ അത് റെഡ് വരുവാണെങ്കിൽ നമുക്ക് കാശ് കിട്ടുന്നു. അങ്ങനെ അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞൊരു തിരക്കേടില്ലാത്ത രീതിയിൽ കാശ് ഉണ്ടാക്കാനായിട്ട് അവിടുന്ന് പറ്റി കേട്ടോ. നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കി 10ഉം 20ഒക്കെ ഇട്ടിട്ട് 100ഉം ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടനും ചേച്ചിയും തപ്പി വന്നപ്പോൾ ചേച്ചി അവിടെ നിൽക്കാൻ കണ്ടിട്ട് സാധനം ഈ ബാക്കിൽ കൂടെ പോയി പേടിപ്പിച്ചതാണ് ഈ കണ്ടത്. ചേച്ചി നന്നായിട്ട് പേടിച്ചു, ചേച്ചി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി നടന്നിരുന്നു കേട്ടോ. റോളറ്റിൻ്റെ അവിടെ തന്നെ ചേട്ടനും ചേച്ചിനും പോയിട്ട് അവിടെ പോയി കാണിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ഞങ്ങൾ കളിച്ചതെന്നൊക്കെ കാണിച്ച് പിന്നെ ഉണ്ടായിരുന്ന കാശെല്ലാം നമ്മൾ വിഡ്രോ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ പൊരിഞ്ഞ മഴയായിരുന്നു. അകത്തെക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഏകദേശം എത്ര മണിയാണെന്ന് പറയും, ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. വെളുപ്പിന് 3 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങളോട് വെയിറ്റ് ചെയ്ത് ചേട്ടനും ചേച്ചിയും പോയിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.